നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കുർത്തീസാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഈ ഒരു റേഞ്ചസിലുള്ള കുർത്തീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഓൺലൈനിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് ഒരു പ്രീമിയം, സെമി പ്രീമിയം അങ്ങനെ പറയാം. അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന കുർത്തീസാണ് കേട്ടോ. ഇതിൻ്റെ സൈസ്, പ്രൈസ്, കാര്യങ്ങളെല്ലാം സ്ക്രീനിലുണ്ട്, അത് നോക്കിയാൽ മതി. സ്ക്രീനിൽ നിങ്ങൾ വാട്സപ്പിൽ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. ഇൻ കേസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ വേറൊരു നമ്പർ കൂടെ കൊടുപ്പുണ്ട്, 1 2 3 എന്ന് പറഞ്ഞ് ആ നമ്പരും കൂടെ പറഞ്ഞാൽ മതി. പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. അതല്ല എങ്കിൽ റിപ്ലൈ കിട്ടാനായിട്ട് ടൈം എടുക്കുമായിരിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇതാണ് ആദ്യത്തെ ചുരിദാർ കുർത്തി എന്ന് പറഞ്ഞാൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റാണ്. നല്ല മൽ കോട്ടൺ ഫാബ്രിക്കിൽ. ഈ ഫാബ്രിക് ഇഷ്ടപ്പെടുകയില്ലാത്ത ഒരു മനുഷ്യരുമില്ല. അത്രയ്ക്ക് എന്ത് പറഞ്ഞാലും മൽക്കോട്ടൺ, മൽച്ചന്തേരി എല്ലാവർക്കും അറിയാം. അതിനകത്ത് മൽക്കോട്ടൺ എന്ന് പറയുന്നത് ഞാനൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര ആരാധികയാണ്. ഞാൻ ഭയങ്കര നല്ല രസമാണ്, ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീലുണ്ട്. നമുക്ക് ഒരു എന്നാ പറയുന്നത്, നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു കുർത്തി. ഇതൊരു ഫ്രോക്ക് മോഡൽ വേണമെങ്കിൽ ഇടാം. ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്, ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഇവിടെ ഇതിപ്പോൾ ഒരു കളറില്ല, ഒരു മിൽക്കി വൈറ്റ് കളറാണ്. എന്നിട്ട് ഇവിടെ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്കും ബ്ലൂവും കൂടെ, പൗഡർ ബ്ലൂവും കൂടെ കൂടിയിട്ടുള്ള ഒരു ബോർഡർ. ഇതിന് ബോട്ടം, ദുപ്പട്ട എല്ലാം അവൈലബിൾ ആണ്. ഇനി അത് ഫ്രോക്ക് മോഡലായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതിൻ്റെ എൻഡ് പോർഷനിൽ താഴത്തെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കൈയുടെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. ബോഡിക്ക് നല്ല മൽ കോട്ടൻ്റെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾക്ക് സാധാരണ ഒരുമാതിരിപ്പെട്ട നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് കുർത്തീസിലൊക്കെ നല്ലൊരു ശതമാനവും വരുന്നത് ഇതായിരിക്കും, പോളിക്കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള ലൈനിങ് ആയിരിക്കും. ഇത് പ്യുവർ മൽക്കോട്ടൻ്റെ തന്നെ ലൈനിങ്. പിന്നെ ഇത് പാനൽ കട്ടും കൂടെയാണ്, കുറച്ച് പാനൽസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല 1 2 3 4 5 5 10 പാനൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ. ബാക്കിലും അതുപോലെ തന്നെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു കുർത്തി. അതിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോഴും ഇങ്ങനെ ഒരു എന്നാ പറയുന്നത്, പ്ലീറ്റ്സ് കൊടുത്തൊരു ഫ്രോക്ക് മോഡലാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുർത്തി അങ്ങനത്തേതാ. ഇതിൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ വേറൊരു കളറാണേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ പ്രിൻറ്റിലും വ്യത്യാസമുണ്ട്. പക്ഷെ എന്താ സുഖം എന്നറിയാമോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതുണ്ട്, ചുറ്റും ആ ഒരു സ്കാലപ്പ്, ഈ ഒരു കോൺട്രാസ്റ്റ് ഭയങ്കര രസമല്ലേ, ഈ ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറും ഈ ഒരു കോൺട്രാസ്റ്റ് വന്നിട്ട് ബോഡിയിൽ ഇങ്ങനത്തെ ഇത് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ്, ഫ്രണ്ടിൽ പടിയൊക്കെ വെച്ചിട്ട് പോക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടോ ഇല്ലയോ, ഇല്ല കേട്ടോ, ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടോ, അവൈലബിൾ ആയിട്ടുള്ള സൈസസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തി ഞാനൊരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സുഖമാണ്, കാണാനും നല്ല ഭംഗി. ഈ കളർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇടുകയും ചെയ്യാമല്ലോ, നല്ല രസമല്ലേ. പിന്നെ അടുത്തത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുവാണേ, അടുത്ത 2-ാം തീയതി ഒരു 2-ാം തീയതി ഇവിടെയൊക്കെ 2-ാം തീയതി 4-ാം തീയതി ഒക്കെ ആയിട്ട് ഹോളി കമ്മ്യൂണിയന് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതിനൊക്കെ പോകുമ്പോൾ ഇച്ചിരി സിമ്പിൾ, അങ്ങനത്തെ എടുത്ത് നിൽക്കുന്ന കളറുകളല്ലല്ലോ, കൂടുതലും ക്രീം അങ്ങനത്തെ വൈറ്റ് ഒക്കെ അല്ലേ. അപ്പം ഞാനൊരു കുർത്തി ചുരിദാർ സെറ്റ് എടുത്ത് തയ്ക്കാവോ എന്ന് ഓർത്തോണ്ടിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് ഇത് മതിയല്ലോ, നല്ല രസമുണ്ട്. പെട്ടെന്ന് വന്ന കാര്യം കേട്ടോ. ഇങ്ങനത്തെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പറയേണ്ട കാര്യമില്ല, എന്നാലും ഒരു രസം അത്രേ ഉള്ളൂ. ഇത് മൽ ചന്തേരിയുടെ ഫാബ്രിക്കിൽ അടുത്ത കുർത്തി. ഇതാണെങ്കിലും ഉണ്ടല്ലോ, നല്ല ബ്രിക്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഒന്നാന്തരമായിട്ടുള്ള പാർട്ടി വെയർ ആണ്. ഇതിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക്, എന്നിട്ട് ചെറിയ സീക്വൻസ് വർക്ക്. ഈ സീക്വൻസ് ഒട്ടും എടുത്ത് ഭയങ്കരമായിട്ട് തെറിച്ച് നിൽക്കുന്ന രീതിക്കല്ല, ഒരു പാർട്ടി ഫീൽ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന. കൈ കണ്ടോ, കയ്യിലും ആ ഒരു നല്ല എംബ്രോയ്ഡറി, സ്കാലപ്പ്, സീക്വൻസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോഡിയിലോട്ട് വരുമ്പോഴാണെങ്കിൽ, താഴേക്ക് വരുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഈ ബ്രിക്കിൻ്റെ കളർ, ബ്രിക്ക് റെഡ് എന്നല്ല,
ബ്രിക്ക് ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ബേൺഡ് ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ റസ്റ്റ് ഓറഞ്ച്, അതാണ് ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്ലാക്കും കൂടെ, ബ്ലാക്കിൻ്റെ ആ ഒരു ഡീപ്പ് ബ്ലാക്കും ഈ ഒരു ഇതും കൂടെ വരുന്നത് നല്ല ഭംഗിയാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ്, നല്ല ഭംഗിയാണ് അങ്ങനെ പ്ലീറ്റ്സ് ഉള്ള. ബാക്ക് പ്ലീറ്റ്സ് ഇല്ല, ബാക്ക് പ്ലെയിൻ ആണ്. മെറ്റീരിയൽ മൽച്ചന്തേരി, പ്യുവർ മൽച്ചന്തേരി. ഇതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഇത്, ബോട്ടം ഇത് സെയിം തന്നെ. ദുപ്പട്ടയും മൽച്ചന്തേരി, ബോട്ടം സാൻഡോൺ ബോട്ടമാണ്. ദുപ്പട്ട ഇങ്ങനെ, ദുപ്പട്ടയുടെ സൈഡിൽ നല്ല, അതായത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല പണിയെടുത്തിട്ടുള്ള നല്ല കാശ് മുടക്കുള്ള കുർത്തിയാണ്. എനിക്ക് സത്യം പറയാം ഇതിൻ്റെ റേറ്റിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല, പക്ഷെ നല്ലതാണെന്ന് എനിക്കറിയാം. ഇതാണ് ബോട്ടം, നല്ല ലെങ്ത്തും വിട്ടും. ഈ ടോപ്പിനും അത്യാവശ്യം നല്ല ലെങ്ത്തും എല്ലാം കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇപ്പം കാണുന്നില്ല, ഇതാണ് കളറ്. അടുത്ത് വരുമ്പോൾ കാണുന്നതാണ്, ഇതാണ് കറക്റ്റ് കളർ, നല്ലൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ പീച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു, ഇതിൻ്റെ കുറച്ച് സിമിലാരിറ്റി ഉള്ളൊരു പീച്ച് ഞാൻ കാണിച്ചായിരുന്നു. അയ്യോ, അതൊക്കെ എന്തോരം പെട്ടെന്ന് പോയെന്നറിയോ. അടുത്തത് ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഒലിവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പാരറ്റ് ഗ്രീൻ എന്ന് കാണുന്നുണ്ടല്ലോ, ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കളറാണ് കാണുന്നത്. ഇപ്പം എന്നെ കാണിക്കുമായിരുന്നു. അത്രയും ഒരു തെളിച്ചെടുത്ത് നിൽക്കുന്ന കളറല്ല, നല്ല പേസ്റ്റൽ കളറാണ്, നല്ല കളറാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. നല്ലൊരു ഒലിവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ലീഫ് ഗ്രീൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി. ഇതെല്ലാം കൂടെ ഒരു സങ്കരം അങ്ങനെയായിട്ടുള്ളൊരു കളറാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇതുണ്ടോ, നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു നെക്ക്, എന്നിട്ട് ഇതെല്ലാം ഉണ്ടല്ലോ നല്ല വൃത്തിക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്, ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ വല്ലപ്പോഴും അവിടെ ഇവിടെ ഒരു സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് നെക്ക് പാറ്റേൺ ഇതാണ്, ഇവിടം വരെ ഇങ്ങനെ കയറി വന്നിട്ട് വീനെക്ക് വന്നിട്ട്. ഇവിടെ പ്ലീറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലീറ്റ്സ് ഇല്ല, ഒരു ചെറിയ 2-3 ഒരു ഞൊറിവ് മാത്രം. എന്നിട്ട് ബോഡി ഫുള്ളും എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. കണ്ടോ, എ ലൈനാണ് കുർത്തിയെ. ഉണ്ടോ, ഇതാണ് കുർത്തി. ലൈനിങ് ഉണ്ട്, ലൈനിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൈയാണെങ്കിൽ ഇങ്ങനെ എ ലൈൻ കുർത്തിയാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല കുർത്തി, എന്നാൽ അങ്ങ് തീരെ ഒട്ടിപ്പോകത്തുമില്ല. ഇങ്ങനത്തെ കോട്ടൻ്റെ ബോട്ടം. ദുപ്പട്ട വരുമ്പം മൽ കോട്ടൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള അവിടെ ഈ ഒരു ബൂട്ടാസ് പോലെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന, ഇത് എംബ്രോയ്ഡറി അല്ല കേട്ടോ, ഹാൻഡ് വർക്കാണേ, ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണിത്. ഇവിടെ അതിൻ്റെ ബോഡി ഫുള്ളും ഉണ്ട് കേട്ടോ. ഇത് ബോഡി ഫുള്ളൊന്ന് കാണിച്ച്, ഇതുണ്ട് ഫുള്ളും ഈ ഒരു വർക്ക് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഒരു ക്ലാസ് ലുക്കാണ് അതിന്. ഓവർ ആണോ എന്ന് ചോദിച്ചാൽ ഒന്നും ഓവറല്ല, പക്ഷേ ഒട്ടും ഓവർ സിമ്പിൾ ആയി പോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതാണ് മജോറിറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ഒരു ഡിമാൻഡ് പോകുകയല്ലാത്തൊരു സാധനമാണ് അജ്രക്ക്. അജ്രക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, ഇവിടെ യോക്ക് പാർട്ടിൽ അജ്രക്കിൻ്റെ പാറ്റേൺ ചെയ്ത് പാച്ച് വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് വർക്ക്, എന്നിട്ട് ഇങ്ങനെ സൈഡിലെല്ലാം അത് ചെയ്തിട്ട് ഹാൻഡ്ലൂം കോട്ടൺ ആണ്, പ്യുവർ ഹാൻഡ്ലൂം കോട്ടൻ്റെ മെറ്റീരിയലാണ്. താഴത്തെ പാർട്ടിലും ദാമൻ പോർഷനിലും ആ അജ്രക്കിൻ്റെ തന്നെ ഒരു പ്രിൻ്റ് വന്നിരിക്കുക. ബോഡിയിൽ എവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹാൻഡ് വർക്ക് നമ്മൾ കൈകൊണ്ട് ചെയ്യല്ലേ, അങ്ങനെ ചെയ്തിട്ട് സീക്വൻസ് വന്നിട്ടുണ്ട്. കയ്യിൽ ഇങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ട്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ബോട്ടം വന്നിട്ടും അത് തന്നെ സെയിം ഹാൻഡ്ലൂം കോട്ടൻ്റെ ബോട്ടം. ദുപ്പട്ട വരുമ്പോൾ വേണ്ടേ ഇങ്ങനെ ഇരിക്കും ദുപ്പട്ട. ദുപ്പട്ടയുടെ ദാമൻ പോർഷനിൽ ഇങ്ങനെ ആ ഒരു ഡിസൈൻ തന്നെ വന്നിട്ട് ബോഡിയിൽ ഇങ്ങനെ ഒരു മൽക്കോട്ടനാണ്, പക്ഷേ സ്റ്റഫ് നോക്കുമ്പോൾ നെറ്റ് കോട്ടയുടെ ഒരു ഇതുപോലെ പോയിട്ടുണ്ട്, ഒരു വീവിങ് പോലെ പോയിട്ടുണ്ട്. സോഫ്റ്റാണ്. ഇതാണ് അടുത്തത് കുർത്തി. ഈ കുർത്തി നിങ്ങൾക്ക് കഴിഞ്ഞ മിനിങ്ങാന്നോ 2 ദിവസം മുന്നേ ഞാൻ കുർത്തിയുടെ വീഡിയോ ഇട്ടപ്പം കണ്ടവർക്ക് ഈ കുർത്തി ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയുടെ കളറും ഈ കുർത്തിയുടെ കളറും ഒന്നും തന്നെ. ഇത് കണ്ടോ, ഈ കുർത്തി ഓർമ്മയുണ്ടോ? ഇതിൻ്റെ എല്ലാ ഷെയ്ഡും അന്ന് തന്നെ പോയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ആവശ്യക്കാരായിരുന്നു ഈ കുർത്തിക്ക്. ഇതിൻ്റെ അന്ന് കാണിച്ച പിസ്ത ഗ്രീനും വേറെ ഏതോ ഒരു കളറും കൂടെയാണ് കാണിച്ചത്.
ഈ ഇന്നിപ്പോൾ ഇത് ടീൽ ബ്ലൂ അന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇതാണ് കുർത്തി. ഇതിൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് കയ്യെ രണ്ടിടത്തേലും. ബോഡി ഇങ്ങനെ നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ വീനെക്ക് പോലെ വന്നിട്ട് ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ബോഡിയിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നല്ല ടീൽ ബ്ലൂ ഷെയ്ഡ്, ടീൽ ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതിന് ലൈനിങ് ഇല്ല, കാരണം അത്യാവശ്യം നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഈ ബോട്ടത്തിൻ്റെ എൻ പോർഷനിലും കയ്യെ വന്നേക്കുന്ന ആ ഒരു നല്ല ലേസാട്ടോ. ഇതിനു വേണ്ടി തന്നെ ചെയ്തെടുത്ത ലേസാണ്. ആ ലേസ് വെച്ചിട്ടുള്ള ഇത് ബോട്ടത്തിൻ്റെ എൻഡിൽ. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ്റെ തന്നെ ദുപ്പട്ടയും നല്ല ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ടാസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എൻ്റെ ഇതിന് നല്ലതായിട്ട് ചേരുമല്ലേ. കണ്ടോ, എൻ്റെ ചുരിദാറിൻ്റെ അതേ ആ കോമ്പിനേഷനും എല്ലാം നല്ല സുഖമാണ് ഇടാൻ. നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുകയും ചെയ്യാം. ഒരു 3 പാനൽ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ 3 ബാക്കിൽ 3 പാനൽ കൊടുത്ത് എലൈൻ കുർത്തി കേട്ടോ. ഇതെല്ലാം നമ്മുടെ ന്യൂ കളക്ഷൻസ്. ആ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് എടുക്കാം. ഹാൻഡ്ലൂം കോട്ടണിൽ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുർത്തി. ഇതിൻ്റെ സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം പ്യുവർ ഹാൻഡ്ലൂമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇച്ചിരി ഡിമ്മായിട്ടുള്ള ഒരു ഓനിയൻ്റെ ഷെയ്ഡിലാണ് ഈ ഒരു ക്രീമേൽ ഈ ഒരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്ക് പോർഷനിൽ വന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഭയങ്കര സിമ്പിളാക്കിയിട്ടുള്ള ഒരു നെക്ക് എത്തേലും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. കയ്യേലും ഇത് തന്നെ കണ്ടോ, കൈക്കും ഇങ്ങനെ തന്നെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ബോട്ടത്തേലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ, 2 സൈഡിലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബോട്ടം. ഇനി ദുപ്പട്ടയും കൂടി ഉണ്ട്. ദുപ്പട്ട പ്ലെയിൻ ആണ്. ഈ ഒരു സാധനം പ്ലെയിൻ ദുപ്പട്ടയാണ്. ഇതിൽ ബുട്ടാസ് ഉണ്ട്, ഇതുണ്ട് അവിടെ ഈ ഇങ്ങനെ ബുട്ടാസ് ഉണ്ട്. ഇത് അഴിച്ച് കാണിക്കണോ? നോർമൽ പ്ലെയിന്, എന്നിട്ട് ബോഡിയിൽ കൂടെ ബുട്ടാസ് വരുന്ന ദുപ്പട്ട. അതാണ് ഈ ഒരു കുർത്തി. നല്ല സിമ്പിളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ സിമ്പിളാണെന്ന് പറയാൻ ഒട്ടും അങ്ങനെ നമ്മളതിനെ അപ്പടി സിമ്പിളായിപ്പോയി അതൊരു ഫംഗ്ഷൻ വെയറായിട്ട് ഇടാൻ പറ്റുമോ എന്ന് തോന്നൽ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ നല്ല മുത്തുമാലയോ പേളുമാലയോ ഹെവി ആയിട്ടുള്ളൊരു കമ്മലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സിംപ്ലിസിറ്റി അങ്ങ് മാറുകയും ചെയ്യും, സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആവുകയും ചെയ്യും. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇതെന്നാ ഗ്രീനാ? പിസ്താ ഗ്രീനാണ്. പിസ്താഗ്രീൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കുർത്തീസ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇടുന്ന എല്ലാം മെജോറിറ്റി അങ്ങനത്തെ. അതുകൊണ്ടോ ഇവിടെ നിറച്ചും നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്കും എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ കൂടെ കട്ട് ബീഡ്സ് ചെയ്തിരിക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോട്ട്ലി ബട്ടൺ, പിന്നെ സെൻറ്റർ പോർഷനിൽ നല്ല വൃത്തിക്കുള്ള പ്ലീറ്റ്സ്. ബാക്കി സൈഡിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ബാക്കി സൈഡിൽ ഇത് വെറുതെ ഇട്ടിരിക്കുക. ഒരു 3-3.5 മീറ്റർ തുണിയെങ്കിലും വേണം. കൈ വെറുതെയാണ്. ഇനി അതിനൊരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ, എൻ്റെ പോർഷനിൽ 2 സൈഡിലും ഈ ഒരു വർക്കുണ്ട്. ഒട്ടും സിമ്പിളായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നല്ല ഫംഗ്ഷന് വേണ്ടി നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാം. നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സിലായി ഈ പിങ്കൊക്കെ ഓർണമെൻറ്റ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി രസമാണെന്ന് ഞാൻ പറയും. എൻ്റെ ഒരു തോന്നലാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളിട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം. നല്ല ഭംഗിയുള്ള കുർത്തി, വീനെക്ക്, മൽക്കോട്ടനാണ് ഫാബ്രിക്. അതുകൊണ്ട് തന്നെ ഇടാനും നല്ല സുഖമായി. ഇപ്പോൾ ഇനി ഏത് ചൂടത്ത് ഏത് ഫംഗ്ഷന് പോയെന്ന് പറഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുണ്ട് മുമ്പത്തെ പോലെ ചുരുട്ടി വെച്ച കുർത്തിയാണ്, ചുരുട്ടി വെച്ച ദുപ്പട്ടയാണ്. അതിങ്ങനെ നൂർത്തെടുത്ത് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബുട്ടാസ് വരുന്ന സെയിം മൽക്കോട്ടൻ്റെ ദുപ്പട്ടയും. ഈ ആ ദുപ്പട്ട അതിൻ്റെ തന്നെ കളറല്ല, അതേ തന്നെ മോഡൽ ഏകദേശം സെയിം ആണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരും. ഇതൊരു ഒനിയൻ പിങ്ക് ആണ് കളർ. ഇത് ഇച്ചിരി കയറിയാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ നോക്കുക, ഒരു ചെറിയ ഒരു ലൈൻസ് പോലെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. വെറുതെ അങ്ങ് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇത് വന്നിട്ട് ഇതുണ്ടോ, ഇത്രയും കയറി നിൽക്കും, ഇവിടെ നിൽക്കും ഈ ഒരു
നല്ല ഭംഗിയാണ് അത്. ഒത്തിരി ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു ഉടുപ്പ് ഫീല് തോന്നും, ഫ്രോക്ക് ഫീല് തോന്നും. ചിലരൊന്നും ഇപ്പോൾ ഒരു എബോവ് 40 അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഇടാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിലൊരു കാര്യമില്ല. ഞാൻ പറയട്ടെ, അത് നല്ലതാണ്, നമുക്ക് കംഫർട്ടാണ് കോഴ്സ്. പക്ഷേ എബോവ് 40 ഒക്കെ ആകുമ്പോൾ വയറൊക്കെ ഇച്ചിരിയൊക്കെ ചാടാനൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതൊന്നും അറിയത്തില്ലാതെ ഇടാം. ഇങ്ങനെ നല്ലൊരു വർക്ക്. പിന്നെ ഈ സൈഡിലില്ലേ സ്കാലപ്പ് ചെയ്ത് ക്രോഷ്യോലൈസ് കൊടുത്തിരിക്കുക, ക്രോഷ്യോലൈസ് കൊടുത്തിരിക്കുക. എന്നിട്ട് ബോഡിയിലെല്ലാം ഇങ്ങനെ ഒരു ഇത്, ഈ 2 സൈഡിലും ക്രോഷ്യോലൈസ് കൊടുത്തിട്ടുണ്ട്. കയ്യിലും ഇത് തന്നെ, കൈക്കും നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഇത് കൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ബോട്ടം മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ. ഇതിന് ദുപ്പട്ട ഇല്ല. അടുത്തത് ഒരു പ്യുവർ കോട്ടൻ്റെ, ഞാൻ ഇത് കട്ട് ചെയ്തേക്കുവാന്ന് ഓർത്തോണ്ടിരിക്കുക ക്യാമറ. പ്യുവർ കോട്ടൻ്റെ ഒരു നല്ലൊരു പാറ്റേൺ കേട്ടോ. അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീനക്ക് വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന നല്ലൊരു എപ്പോഴും കാണാത്ത ഒരു പാറ്റേൺ ആണ്. എന്നിട്ട് ഇവിടെ ചെറിയ ഒരു കുറച്ച് ഇങ്ങനെ ഒരു സുനാപ്പി ഇങ്ങനെ ഡിക്കിടിക്കിടിക്കിടിക്കെന്ന് പറഞ്ഞ് തൂങ്ങി കിടക്കുക. കയ്യിൽ ഇങ്ങനെ പടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നതില്ലേ, ഇത് ചെയ്തിരിക്കുന്നതല്ല, ഇത് ഇറ്റയിലെ പ്രിൻ്റാണ്. പക്ഷെ കണ്ടാൽ തോന്നും ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുവാന്നേ തോന്നത്തുള്ളൂ. ലൈനല്ല, സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഇല്ലാത്ത ഇതാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല പ്യുവർ കോട്ടൻ്റെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ. കോട്ട് സെറ്റാണ്. ടോപ്പ് ബോട്ടം കണ്ടോ. ഇനി ഇതിന് നിങ്ങൾക്ക് ഒരു പാർട്ടി ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മെറൂണിൻ്റെ ഒക്കെ ഷോൾ ഇട്ടാൽ മതി. നല്ല ഭംഗിയായി. ബോട്ടനെക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള വേറൊരു കുർത്തി, ഹാൻഡ്ലൂം കോട്ടൺ കണ്ടോ. നെക്ക് കണ്ടോ. ഈ ചെയ്തിരിക്കുന്നത്, ഈ പോയിരിക്കുന്നത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇവിടെ ഒരു ത്രെഡ് കൊണ്ടൊരു ഇത് ചെയ്തിരിക്കുക. കൈയുടെ എൻഡിലും ഈ ത്രെഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, പ്യുവർ നല്ല ജെറ്റ് ബ്ലാക്ക്. ഇവിടേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. ഇങ്ങനെ കണ്ടോ. ബോഡി ലൈൻ കുർത്തിയാണ്. ലൈനാണ്, കുർത്തിയല്ല, കോട്ട് സെറ്റ്. ടോപ്പ് ബോട്ടം സെയിം കളർ ബ്ലാക്ക്. നല്ല ബോട്ടനെക്കൊന്ന് ഒരു സ്റ്റൈലാണല്ലോ, നല്ല സ്റ്റൈലായിട്ട് ഇടാം. പെൺകുട്ടികൾക്കൊക്കെ, പെൺപിള്ളേർ എല്ലാവർക്കും, ആർക്കും വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി വേറെ ഭംഗിയുള്ള ഒരു എന്നാ പറയുക കോട്ട് സെറ്റ്. ഇത് കണ്ടോ, പീച്ച് ഷെയ്ഡ്, വൈറ്റ് വിത്ത് ഓഫ് വൈറ്റ് വിത്ത് പീച്ച്. ഇതിന് നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവർക്കാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. ഇനി അതല്ല, സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്ലീവ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക് കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒരു 2 പീച്ച് കളറുള്ള വർക്ക്, താഴെ അതുപോലെ തന്നെ 2 വർക്ക്. ഇത് രണ്ടും എംബ്രോയ്ഡറി ചെയ്തിരിക്കും. നല്ല കട്ടിക്ക് ഇത് കേട്ടോ, നല്ല കട്ടിക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക 2 സൈഡിലും. ഇവിടെ അങ്ങനെ തന്നെ. എന്നിട്ട് ഈ ഒരു ബട്ടണിന് പോലും അത്രയും ഫിനിഷിംഗ് ഉണ്ട്. ആ ബട്ടണെ പോലും ചെയ്തിരിക്കുന്ന ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. അറ്റാച്ച് ചെയ്ത് 2 ബട്ടൺ വെച്ചിട്ടുണ്ട് കണ്ടോ. അതിങ്ങനെ അതിൻ്റെ ആ ബട്ടൺ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് അതിൻ്റെ കൂടെ ചെയ്തിരിക്കുക ആ വർക്ക്. ഇതിന് അറ്റാച്ച്ഡ് സ്ലീവ്സ് ഉണ്ട് ഇൻസൈഡ്. സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം എന്നോർത്തിട്ട് 3/4 സ്ലീവ് ഉണ്ട് കണ്ടോ. 3/4 സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇടാം. എന്തായാലും നല്ല ഭംഗിയാണ്. ബോട്ടം സെയിം കണ്ടോ, സെയിം ബോട്ടം കോട്ട് സെറ്റായിട്ട് ഇടാം. നല്ല ഈ പറഞ്ഞ പോലെ പീച്ച് ഒരു ഷോൾ എടുത്തിട്ട് ഇനിയിപ്പം ഫംഗ്ഷൻ സിമ്പിളായിട്ട് ഇടാനുള്ള സമയത്ത് ഇത് മാത്രം ഇട്ടുകൊണ്ട് പോവാം. ഫംഗ്ഷനായിട്ട് ഇടണമെങ്കിൽ നല്ല ഭംഗിയുള്ള പീച്ചിൻ്റെ ഒരു പ്രിൻ്റഡ് ഷോൾ എടുത്ത് കഴുത്തിൽ കൂടെ വെറുതെ ബാക്കിലേക്ക് ഇട്ടാൽ അടിപൊളി ഒരു ഫംഗ്ഷൻ വെയർ ആക്കി, സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ വെയർ ആക്കി മാറ്റുകയും ചെയ്യാം. അടുത്തത് ടോപ്പ് ബോട്ടം, ഉള്ളി, ദുപ്പട്ടയില്ല, ക്രോസ് സ്റ്റിച്ച് കൊണ്ടുള്ള വർക്ക്, നിറച്ചും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക കണ്ടോ. ഇത് ഒരു സാൻഡൽ ഷെയ്ഡാണ്. സാൻഡൽ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണല്ലോ. ഇതിൽ ചില്ലി റെഡും പിങ്കും കൂടെ മിക്സ് ആയിട്ട് ഒരു നല്ല ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. കയ്യേലും ഇത് കണ്ടോ, കയ്യേലും അത് തന്നെ കൊടുത്തിരിക്കുക. ക്രോസ് സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. വെറും എംബ്രോയ്ഡറി എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കാൻ പാടില്ല. ഫുള്ള് ക്രോസ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വെറും എംബ്രോയ്ഡറി ചെയ്യുന്നതിനും റേറ്റും കാര്യങ്ങളും ചിലവും കൂടുതലാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ബോട്ടം കണ്ടോ.
പ്ലാസോ പോലത്തെ ബോട്ടമാണ് എല്ലാത്തിനും വരുന്നത്. നിങ്ങൾക്ക് എത്ര വണ്ണം ലൂസായിട്ട് അത് കിടക്കുന്നതാണ് അതിൻ്റെ സ്റ്റൈല്. നല്ല ഭംഗി അത് കാണാം, നമുക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുക. ഇനി അത് അല്ല ഇഷ്ടം, എനിക്ക് സാധാരണ നോർമൽ ബോട്ടം മതി, ഒന്ന് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മതി. ഇനി ഒരു ടോപ്പ് ബോട്ടം കോട്ട് സെറ്റ്, കോട്ടൻ്റെ, പ്യുവർ കോട്ടൻ്റെ. കണ്ടോ, ഇവിടെ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടിരിക്കുക, ബ്ലൂ ഇൻഡിഗോ വിത്ത് വൈറ്റ്. ഇവിടെ ഈ ഇൻഡിഗോയുടെ ഇത് വെച്ച് ആപ്ലിക്ക് വർക്ക് കൊടുത്തിരിക്കുക. ഇവിടെ ഇങ്ങനെ ദാമൻ പോർഷനിലല്ല, യോക്ക് പോർഷനിൽ ആ ഒരു വർക്ക് തന്നെ ഇത് ഇവിടെയും ചെയ്തിരിക്കുക. യോക്ക് പാർട്ടിൽ ആ ഒരു വർക്ക് തന്നെ ചെയ്തിരിക്കുക. കൈക്കും അത് തന്നെ കൊടുത്തിട്ടുണ്ട്, കൈക്കും അത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കൊടുത്തേക്കോ. ഇനി ബോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ വരിക, അതിൽ തന്നെ സെയിം ബോട്ടം. ഇതും വന്നിരിക്കുന്നത് പ്ലാസോ ബോട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നാണെങ്കിൽ ചെയ്യാം. നല്ല ഭംഗിയാണ്. അപ്പം എന്താ പറയുന്നത്, ഇതിൻ്റെ വിലയും കാര്യങ്ങളും പ്രൈസും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.